ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് ഗണിത പ്രതിഭ റെനെ ദേക്കാർത്ത് ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു. ലോകത്തിലെ മുഴുവൻ വസ്തുക്കൾക്കും നിർദ്ദേശാങ്കങ്ങളുടെ മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുകയും അത്തരത്തിലൊരു ഗണിതശാഖയെ കാർട്ടീഷ്യൻ ജോമെട്രി തന്റെ പേരിൽ വഹിക്കുകയും ചെയ്ത 16-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭ ഗണിതജ്ഞനായ റെനെ ദേക്കാർത്ത് 1596 മാർച്ച് 31 ഫ്രാൻസിൽ ജനിച്ചു. ജനനത്തോടെ അമ്മയെ നഷ്ടപ്പെട്ട ദേക്കാർത്ത് അനാരോഗ്യവാനായി ആവശ്യാനുസരണമുള്ള പരിചരണങ്ങളില്ലാതെ വളർന്നു. അക്കാലയളവിൽ പ്രവർത്തനം ആരംഭിച്ച ഫ്രാൻസിലെ ജെസ്യൂട്ട് കോളേജിൽ 8-ാമത്തെ വയസ്സിൽ പ്രവേശനം നേടിയ ദേക്കാർത്ത് 16 വയസ്സുവരെ അവിടെ പഠനം തുടർന്നു. അരിസ്റ്റോട്ടിലിന്റെ പരമ്പരാഗത തത്വചിന്തയും യുക്തിചിന്തയും ആഴത്തിൽ പഠിച്ച അദ്ദേഹം അനാരോഗ്യത്താൽ ഏറെ കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ അനാരോഗ്യം രാവിലെ 11 മണി വരെ കിടക്കയിൽ തന്നെ കഴിച്ചുകൂട്ടുന്നതിന് ഡോക്ടർമാർ അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന ഘട്ടം വരെ എത്തി. ഇത് പിന്നീട് തന്റെ ജീവിതശൈലിയുടെ ഭാഗമാക്കിയ ദേക്കാർത്ത് ഈ ശീലം തന്റെ അവസാന നാളുകൾ വരെ തുടർന്നു. കിടക്കയിൽ കിടന്ന് തന്റെ ചിന്തകളെ കയറൂരിവിട്ട ദേക്കാർത്ത് ഏറെ ആരോഗ്യവാന്മാരായ മറ്റനേകം സമകാലികരെ ശാസ്ത്ര നേട്ടങ്ങളാൽ പാടെ പിന്നിലാക്കി. ജെസ്യൂട്ട് കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം സ്വന്തം ചിന്താധാരകളുമായി മുന്നോട്ടു പോയ ദേക്കാർത്ത് 1616 പൊയറ്റിയേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം കരസ്ഥമാക്കി. പിന്നെയും 2 വർഷങ്ങൾക്ക് ശേഷമാണ് ദേക്കാർത്ത് ആത്മാർത്ഥമായ തന്റെ ഗണിത പഠനം ഐസക് ബീക്മാന്റെ ശിക്ഷണത്തിൽ ആരംഭിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിശദീകരണത്തിനുതകുന്ന ഒരു ശാസ്ത്രം വാർത്തെടുക്കുക എന്നതായിരുന്നു ദേക്കാർത്തിയുടെ പഠന ലക്ഷ്യം. 1620 മുതൽ 1629 വരെ യൂറോപ്പിൽ ആകമാനം സഞ്ചരിച്ച ദേക്കാർത്ത് പ്രശസ്ത സംഖ്യാഗണിതജ്ഞനായ മെഴ്സിയനുമായി കണ്ടുമുട്ടിയത് അദ്ദേഹത്തിലെ ശാസ്ത്രാഭിരുചിയെ ശരിയായ പാതയിലേക്ക് വഴിതിരിച്ചുവിടാൻ ഏറെ സഹായിച്ചു. 1629 ആയപ്പോഴേക്ക് യാത്രകളൊക്കെ മടുത്ത ദേക്കാർത്ത് ഹോളണ്ടിൽ സ്ഥിരതാമസമായി. ഭൗതികശാസ്ത്രത്തിൽ വളരെയേറെ തൽപരനായിരുന്ന അദ്ദേഹം ലോകം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ഉടമ്പടി എന്ന തന്റെ ഗവേഷണ പ്രബന്ധ രചനയിൽ ഏർപ്പെട്ടു. ഈ പ്രബന്ധരചനയുടെ അവസാന നാളുകളിൽ സൂര്യൻ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണെന്നും ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണെന്നുമുള്ള ഗലീലിയോയുടെ കണ്ടുപിടുത്തത്തെ തുടർന്ന് ഇറ്റലിയിലെ മതകോടതി ഗലീലിയോയെ വീട്ടുതടങ്കലിലാക്കി വിചാരണയ്ക്ക് വിധേയനാക്കി എന്ന വാർത്ത ദേക്കാർത്തയെ ഭയചകിതനാക്കി. തുടർന്ന് പ്രകാശത്തെപ്പറ്റിയുള്ള തന്റെ പ്രബന്ധം പ്രസിദ്ധീകരിക്കേണ്ടതില്ലെന്നും അധികാരസ്ഥാനത്തുള്ളവരെ വെറുപ്പിക്കാത്തതും അവർക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ശാസ്ത്രഭാഗങ്ങളിൽ പഠനം നടത്തുകയാണ് നല്ലതെന്നും അദ്ദേഹം തീരുമാനിച്ചു. ഈ പുസ്തകം ദേക്കാർത്തിന്റെ മരണശേഷമാണെങ്കിൽ പോലും ഭാഗികമായല്ലാതെ മുഴുവനായി പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല എന്നതും നാം അറിയേണ്ടതുണ്ട്. ശാസ്ത്രവും മതവും തമ്മിൽ നിലനിന്നിരുന്ന അനാരോഗ്യകരമായ ബന്ധം, ശാസ്ത്രകാരന്മാരുടെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് മേൽ വിശ്വാസാധിഷ്ഠിതമായ മതചട്ടക്കൂടുകൾ നടത്തിയിരുന്ന ആശാസ്യമല്ലാത്ത ഇടപെടലുകൾ, ഇവയൊക്കെ ശാസ്ത്രത്തിന്റെ വളർച്ചയെ അനേകഘാതം പിന്നാക്കം പായിക്കാനേ സഹായിച്ചുള്ളൂ എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മറക്കാൻ കഴിയുന്നതുമല്ല. ഹോളണ്ടിലെ താമസത്തിനിടയിൽ മഹാരഥന്മാരായ മേഴ്സിയൻ, ഹ്യൂജൻസ്, ഹോർട്ടൻസിയൻസ് ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരുമായി നല്ല ബന്ധം പുലർത്തിയ ദേക്കാർത്ത് അവരുടെ സ്നേഹനിർഭരമായ നിർബന്ധത്തെ തുടർന്ന് പിന്നീട് തന്നെ എക്കാലത്തേക്കും പ്രശസ്തനാക്കാൻ പോന്ന തന്റെ ശാസ്ത്ര സത്യാന്വേഷണ രീതികൾ എന്ന പ്രബന്ധം 1637 പ്രസിദ്ധീകരിച്ചു. ഈ പ്രബന്ധത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. 1-ാം ഭാഗം പ്രകാശത്തെക്കുറിച്ചും 2-ാം ഭാഗം അന്തരീക്ഷ ശാസ്ത്രത്തെക്കുറിച്ചുമായിരുന്നു. 3-ാം ഭാഗത്തിലാണ് ദേക്കാർത്തയെ എക്കാലത്തേക്കും ഗണിതലോകത്തിലെന്നല്ല ഏത് ശാസ്ത്രലോകത്തിലും ഉയരത്തിൽ പ്രതിഷ്ഠിക്കാൻ പര്യാപ്തമായ നിർദ്ദേശാങ്ക ജ്യാമിതിയെപ്പറ്റി വിവരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിന്റെയും സ്ഥാനം 3 അന്യോന്യ ലംബമായ അക്ഷങ്ങളാൽ നിർണയിക്കാമെന്നും വസ്തുക്കൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണെന്നും 3-ാം ഭാഗം വിശദീകരിക്കുന്നു. ആധുനിക ലോകം വളരെ സുഗമമായി ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിമാനയാത്രയുടെയും ഉപഗ്രഹ വിക്ഷേപണങ്ങളുടെയും മൊബൈൽ സാങ്കേതികതയിലെ നിർണായക വഴിത്തിരിവായ GPS-ന്റെയും ഗണിത അടിത്തറ ദേക്കാർത്തയുടെ നിർദ്ദേശാങ്ക ജ്യാമിതിയാണ്. രാസതന്മാത്രകളുടെ ഘടനാപഠനം, കാലാവസ്ഥാ പ്രവചനം, ഡിജിറ്റൽ ഫോട്ടോഗ്രഫി, സ്കാനിംഗ് യന്ത്രങ്ങൾ എന്നിവയിലൊക്കെ നിർദ്ദേശാങ്ക ജ്യാമിതി മൗലികമായ ഗണിത ഘടകമാണ്. ദേക്കാർത്തയുടെ ജ്യാമിതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റനേകം ജ്യാമിതീയ പഠന ഗവേഷണങ്ങൾക്കും പിന്നീടുള്ള നൂറ്റാണ്ടുകൾ സാക്ഷ്യം വഹിച്ചു. നിർദ്ദേശാങ്ക ജ്യാമിതിയുടെ ചുവടുപറ്റി ഭൗതികശാസ്ത്രത്തിൽ മെക്കാനിക്കൽ തത്വചിന്ത, ജ്യാമിതീയ ഭൗതികശാസ്ത്രം എന്നീ മേഖലകളിലും ദേക്കാർത്ത് പല കണ്ടുപിടുത്തങ്ങളും നടത്തി. കാന്തികത വിശദീകരിക്കുന്നതിനും കാന്തിക ബലങ്ങളുടെ ഗണിത രൂപവൽക്കരണത്തിനും
വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനുമായി ചേർന്ന് അദ്ദേഹം ചില നിരീക്ഷണങ്ങൾ നടത്തുകയും പിന്നീട് അതൊക്കെയും പിൽക്കാല ശാസ്ത്രജ്ഞർ വിശദീകരിക്കുകയും ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് രൂപം നൽകിയ ഊർജ സംരക്ഷണ നിയമത്തെപ്പറ്റി കാലാവസ്ഥാ ശാസ്ത്രം വിശദീകരിക്കുന്ന ലെസ് മെറ്റിയോറസ് എന്ന തന്റെ പ്രബന്ധത്തിൽ ദെക്കാർത്തെ സൂചിപ്പിക്കുന്നു. ചെറുപ്പത്തിൽ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ തത്വശാസ്ത്ര പാഠങ്ങൾ അസാധാരണമായ ചില വിശ്വാസങ്ങളിൽ ആഴ്ന്നു കിടക്കാനും അതിന്മേൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന ശാസ്ത്ര വിശദീകരണം നൽകാനും തക്ക വിധം ദെക്കാർത്തയെ അന്ധനാക്കി. പ്രപഞ്ചം വിശദീകരണത്തിന് അതീതമായ ഏതോ ദ്രവ്യത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്നും സൂര്യനും ഭൂമിയും മറ്റു ഗ്രഹങ്ങളുമൊക്കെ അതിന്റെ നീർച്ചുഴിയിൽ എങ്ങനെയോ വീണുപോയവയാണെന്നും ആ ദ്രവ്യം എങ്ങനെയോ നിശ്ചലാവസ്ഥ പ്രാപിക്കപ്പെട്ടതാണെന്നും വീണുപോയ ചുഴിയിൽ തന്നെ ഈ പ്രാപഞ്ചിക വസ്തുക്കൾ എക്കാലവും കിടക്കുമെന്നും അദ്ദേഹം അനുമാനിച്ചു. ദൂരെയുള്ള വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അവയെ അവയുടെ നിശ്ചിത സ്ഥാനത്ത് നിർത്തുന്നതെന്ന് അദ്ദേഹം കരുതിയില്ല. ഏതാണ്ട് 100 വർഷക്കാലം ദെക്കാർത്തയുടെ ഈ പ്രപഞ്ച സിദ്ധാന്തം ചോദ്യം ചെയ്യപ്പെടാതെ പ്രാബല്യത്തിലുണ്ടായിരുന്നു. 1687 സർ ഐസക് ന്യൂട്ടൻ പ്രപഞ്ചത്തിന്റെ തൽസ്ഥിതിയെ തന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം കൊണ്ട് വിശദീകരിക്കുകയും ദെക്കാർത്തയുടെ പ്രപഞ്ച വ്യാഖ്യാനത്തിന് ശാസ്ത്രാടിത്തറ ഇല്ലെന്ന് തെളിയിക്കുകയും ചെയ്തെങ്കിലും ദെക്കാർത്തയുടെ നിഗമനങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ചവർ ഏറെയായിരുന്നു. പിന്നെയും വർഷങ്ങൾ ഏറെ കഴിഞ്ഞാണ് സർ ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങളെ ശാസ്ത്രലോകം അംഗീകരിക്കാൻ തുടങ്ങിയതെന്നതും സാന്ദർഭികമായി ഓർക്കേണ്ടതുണ്ട്. ഏകാന്തനായി ജീവിക്കുന്നത് വളരെയേറെ ഇഷ്ടപ്പെട്ട ദെക്കാർത്തെ അതിന് വിഘാതം വരുമെന്നറിഞ്ഞ് വിവാഹം കഴിച്ചില്ല. അസാധാരണ സ്വഭാവ പെരുമാറ്റ രീതികൾ കൊണ്ട് വിചിത്രനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. മുൻകോപിയും എടുത്തുചാട്ടക്കാരനുമായിരുന്ന ദെക്കാർത്തെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പ്രതികരിക്കുന്ന തീവ്ര മനോനിലയുള്ള ആളും ആയിരുന്നു. കിടക്കയിൽ അലസനായി ദിവസത്തിന്റെ ഏറിയ പങ്കും കഴിച്ചുകൂട്ടുവാൻ ഇഷ്ടപ്പെട്ട അദ്ദേഹം തന്റെ ഏറ്റവും വലിയ ഗണിത സംഭാവനയായ നിർദ്ദേശാങ്ക ജ്യാമിതി കണ്ടെത്തിയത് കിടക്കയിൽ കിടന്നുള്ള ചിന്തകളിൽ ഒരിക്കലായിരുന്നു എന്നത് ആശ്ചര്യകരം തന്നെ. 1637 തന്റെ വിശ്രുതമായ പ്രബന്ധ പ്രസിദ്ധീകരണത്തിന് ശേഷം ഏതാണ്ട് 41 വയസ്സിൽ ഒരു മനുഷ്യായുസിൽ പഠിച്ചു തീർക്കാനുള്ള ഗണിതം മുഴുവൻ താൻ സ്വായത്തമാക്കിയെന്ന് അവകാശപ്പെട്ട ദെക്കാർത്തെ ഗണിത പഠനം അവസാനിപ്പിച്ച് തത്വചിന്തയിലേക്കും യുക്തിചിന്തയിലേക്കും ശ്രദ്ധ പതിപ്പിച്ചു. 1649 ദെക്കാർത്തെ പറ്റി അറിഞ്ഞ സ്വീഡനിലെ ക്രിസ്റ്റീന രാജകുമാരി അദ്ദേഹത്തെ തന്റെ ഫിലോസഫി അധ്യാപകനായി നിയമിച്ചു. പ്രഭാതവേളകളിലെ പഠനങ്ങളിൽ നിർബന്ധ ബുദ്ധിക്കാരിയായിരുന്ന രാജകുമാരി ദെക്കാർത്തയെ അദ്ദേഹത്തിന്റെ വർഷങ്ങൾ നീണ്ട താമസിച്ച് കിടക്ക വിട്ട് എഴുന്നേൽക്കുക എന്ന ശീലം അവസാനിപ്പിക്കാൻ കാരണക്കാരിയായി. അതിനെ തുടർന്ന് തനിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത പ്രഭാതത്തിലെ തണുത്ത കാലാവസ്ഥയിൽ കൊട്ടാരത്തിലേക്ക് നടന്നു പോകാൻ നിർബന്ധിതനായ ദെക്കാർത്തെ അധികം താമസിയാതെ ന്യൂമോണിയ ബാധിതനായി. അതിൽ നിന്ന് മോചനം നേടാൻ കഴിയാതിരുന്ന ദെക്കാർത്തെ 1650 ഫെബ്രുവരി മാസം 11 അന്തരിച്ചു. ജീവിതം മുഴുവൻ ചിന്തിക്കുക, ചിന്തകളിൽ കൂടി പഠിക്കുക, പഠനത്തിൽ കൂടി ചിന്തിക്കുക എന്നതായിരുന്നു ദെക്കാർത്തയുടെ ജീവിത മന്ത്രം. ചിന്തിക്കുന്നതിനാൽ ഞാനുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ശ്രദ്ധേയവുമാണ്. പുതുമയാർന്ന അത്തരം ചിന്തകളിൽ ഒന്നിലാണ് യൂക്ലിഡ് അടിസ്ഥാനമിട്ട ജ്യാമിതിയുടെ ശാസ്ത്രീയമായ വളർച്ചയ്ക്ക് നിർദ്ദേശാങ്കങ്ങളുടെ ഭാഷ ദെക്കാർത്തെ കണ്ടെത്തിയത്. ദെക്കാർത്തയെ തുടർന്നു വന്ന സർ ഐസക് ന്യൂട്ടൻ, ലെബനിസ് എന്നിവർക്ക് കലനഗണിതത്തിൽ ആധാരമായതും നിർദ്ദേശാങ്ക ജ്യാമിതിയാണ്. തന്റെ ഒരേ ഒരു പ്രശസ്ത കണ്ടുപിടുത്തം കൊണ്ട് ഗണിത ലോകത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ആളെന്ന നിലയിൽ ദെക്കാർത്തെ ഗണിത ചക്രവാളത്തിൽ ജ്വലിച്ചു നിൽക്കുമെന്നതിൽ സംശയമേയില്ല. ഗണിത പ്രതിഭ റെനെ ദേക്കാർത്ത് ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.